ഇരിക്കുകയാണ്, എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം പഠിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ പലർക്കും നേരിടേണ്ടി വരാറുണ്ട് അല്ലെ. അപ്പൊ പഠിക്കാൻ ഇരിക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്തപ്പോൾ എല്ലാവരുടെയും ഫേസ് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടാവുക അല്ലെ. എന്നെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഇതെന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെയുള്ള പല തോട്ടുകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. അങ്ങനെ വരുമ്പോഴൊക്കെ നിങ്ങൾ ഓർക്കുക, യു ക്യാൻ ഡു ഇറ്റ്. മക്കളെ, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റൂ. അപ്പൊ മക്കളെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഞാൻ കെമിസ്ട്രി എക്സാമിന് തോറ്റുപോകും, അല്ലെങ്കിൽ എനിക്ക് D+ മാത്രമേ കിട്ടൂ, ഞാൻ ജയിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ D+ എന്ന് പറഞ്ഞ ആ ഒരു മാർക്കിൽ നിങ്ങൾക്ക് B+ വരെ എത്താനായിട്ട് സാധിക്കും. അതായത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പൊ ഈ വീഡിയോ കണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഞങ്ങളുടെ ഒപ്പം ഒപ്പം ചേർന്ന് എന്റെ കുട്ടികൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ മിസ് സമയമൊന്നും കളയുന്നില്ല. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോ മക്കളെ. അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് 17. അതായത് ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഇറ്റ്സ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. അറ്റോമിക് നമ്പർ തന്നിട്ട് ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, ഒരു ആറ്റം എടുത്താൽ നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് നമ്പർ Z ആണ് കേട്ടോ സിമ്പിൾ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒരാട്ടത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അല്ലെ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പൊ ആറ്റത്തിന് ചാർജ് ഉണ്ടോ? ചാർജ് ഇല്ല അല്ലെ. ചാർജ് ഒന്നുമില്ല, ന്യൂട്രൽ ആണ്, നിഷ്ക്രിയമായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ളിലുള്ള പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. സോ അറ്റോമിക് നമ്പർ കിട്ടിയാൽ നമുക്ക് പ്രോട്ടോണിന്റെ എണ്ണം കിട്ടി. പ്രോട്ടോണിന്റെ എണ്ണം കിട്ടിയാൽ നമുക്ക് അതുവഴി ഇലക്ട്രോണിന്റെ എണ്ണം കിട്ടും. ഓക്കെ അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ് അല്ലെ, 17 ആണ്. ദാറ്റ് മീൻസ് Z17 ആണ്. അതിന്റെ അർത്ഥം എന്താ? ഇയാളുടെ കയ്യിൽ 17 ഇലക്ട്രോൺ ഉണ്ട്, ഇതാണ് അർത്ഥം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? ശ്രദ്ധിച്ച് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം എപ്പോഴും നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഓരോ ഷെല്ലിലും ഏതൊക്കെയാണ് സബ്ഷെൽ എന്ന് പറയുന്നത്. മക്കളെ, ഷെല്ലുകളുടെ എണ്ണവും അതിലെ സബ്ഷെല്ലുകളുടെ എണ്ണവും തുല്യമാണ്. അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതായത് ഒന്നാമത്തെ ഷെല്ലെടുത്താൽ അതിൽ ഒരേ ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ, 1s ആണ്. ഇനി രണ്ടാമത്തെ ഷെല്ലെടുത്താൽ സെക്കൻഡ് ഷെല്ലായതുകൊണ്ട് അവിടെ 2 സബ്ഷെൽ ഉണ്ടാകണം. സോ 2s ഉണ്ട്, 2p ഉണ്ട്. ഇനി തേർഡ് ഷെല്ലിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ ഷെല്ലാണെങ്കിൽ അവിടെ എന്താണ്? 3 സബ്ഷെല്ലുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഇങ്ങനെയാണ് സബ്ഷെല്ലുകളുടെ കണക്ക് പോവുക. ഇനി നാലാമത്തെ ഷെല്ലിലേക്ക് വന്നാൽ അവിടെ 4 സബ്ഷെൽ ഉണ്ട്. 4s ഉണ്ട്, 4p ഉണ്ട്, 4d ഉണ്ട് അല്ലെ, 4d ഉണ്ട്, അതേപോലെ തന്നെ 4f ഉണ്ട്. ഈ 4 ആൾക്കാരാണുള്ളത്. ഇനി നമ്മൾ അറിയേണ്ടത് ഓരോ സബ്ഷെല്ലിനും മാക്സിമം എത്ര ഇലക്ട്രോൺസിന് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പൊ നമ്മളൊരു ബസ്സിൽ കയറുകയാണെങ്കിൽ നമുക്ക് ഓടിക്കയറി ഇഷ്ടമുള്ള ആൾക്കാരെ കുത്തി നിറച്ച് പോകാൻ പറ്റുമോ? പറ്റില്ല. ഒരു ലിമിറ്റ് ഉണ്ടല്ലേ ഒരു ബസ്സിൽ പോകുന്നതിന്. അതേപോലെ ഓരോ സബ്ഷെല്ലിനും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ S സബ്ഷെൽ എടുത്താൽ ഏറ്റവും ചെറിയ സബ്ഷെല്ല. നമ്മൾ S സബ്ഷെല്ലാണ് എടുക്കുന്നതെങ്കിൽ ഈ S സബ്ഷെല്ലിൽ നമുക്ക് മാക്സിമം കയറ്റാൻ പറ്റുന്നത് 2 ഇലക്ട്രോണിനെയാണ്. എന്റെ കയ്യിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. ഞാൻ എസ്സിനോട് പറയാ, എസ് നീ 3 എണ്ണത്തെ മേടിക്കണം. എസ് മേടിക്കോ? ഇല്ല. എസ് പറയും, പറ്റില്ല, എനിക്ക് 2 ഇലക്ട്രോണേ മേടിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ P സബ്ഷെൽ എടുത്താൽ അതിൽ 6 ഇലക്ട്രോൺസ് ആണ് പരമാവധി കയറുക. ഇനി നമ്മുടെ D സബ്ഷെൽ എടുത്താൽ 10 ഇലക്ട്രോൺസ് കയറും. F സബ്ഷെൽ എടുത്താൽ അതിൽ 14 ഇലക്ട്രോൺസ് കയറും. ഇതൊക്കെ ഓരോ ചോദ്യമാണ് കേട്ടോ. S സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കയറും, Pയിൽ എത്ര ഇലക്ട്രോൺ കയറും, Dയിൽ എത്ര, Fയിൽ എത്ര, ഇതൊക്കെ ഓരോ മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു ഓരോ സബ്ഷെല്ലിലും എത്ര ഇലക്ട്രോൺ കയറുമെന്ന് പഠിച്ചു. ഓരോ ഷെല്ലിലും ഏതൊക്കെ സബ്ഷെല്ലുകളാണ് ഉള്ളത് എന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ നമ്മുടെ അറ്റോമിക് നമ്പർ ഉണ്ടല്ലേ, 17 ആണ്. അപ്പോ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാ. ഓക്കെ, ആറ്റത്തിനുള്ളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പൊ മക്കളെ, ഞാൻ ആദ്യം 17 ഇലക്ട്രോണുമായിട്ട് ഞാൻ ഒന്നാമത്തെ ഷെല്ലിന്റെ അടുത്തേക്ക് ചെല്ലും അല്ലെ. ഒന്നാമത്തെ ഷെല്ലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ S എന്ന് പറയുന്ന സബ്ഷെൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ S എത്ര ഇലക്ട്രോണെ മേടിക്കാം? S പരമാവധി 2 ഇലക്ട്രോണിനെ മേടിക്കും. അപ്പൊ 17 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം പോയി. ഇനി മിച്ചമുള്ളത് 15 ഇലക്ട്രോണാ. ഈ 15 ഇലക്ട്രോണുമായിട്ട് ഞാൻ രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോവാം. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ വരുമ്പോൾ ഏതൊക്കെ സബ്ഷെല്ലുകളാണുള്ളത്? 2s ഉണ്ട്, 2p ഉണ്ട് അല്ലെ. 2s ഉണ്ട്, അതേപോലെ 2p ഉണ്ട്. ഇനി നിങ്ങൾ തന്നെ പറയും,
ടു എസ് എത്ര മേടിക്കും? എസ് എവിടെ ഇരുന്നാലും എസിന് 2 ഇലക്ട്രോണേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എസ് സബ്ഷെൽ ഇതാ 2 ഇലക്ട്രോണിനെ മേടിക്കും. ഇനി പി സബ്ഷെല്ലോ, നമ്മുടെ പി സബ്ഷെല് മാക്സിമം 6 ഇലക്ട്രോണിനെ മേടിക്കും. ഇപ്പോ 2, 4, 10. നമ്മുടെ കയ്യിൽ 17 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, അതിൽ 10 എണ്ണം ഇപ്പൊ തന്നെ കഴിഞ്ഞു അല്ലെ. ഇനിയുള്ള മിച്ചമുള്ള 7 ഇലക്ട്രോൺസിനെ കൊണ്ട് നമ്മൾ എങ്ങോട്ടേക്കാ പോകേണ്ടത്? 3ാമത്തെ ഷെല്ലിലേക്ക് പോകണം. അപ്പൊ 3ാമത്തെ ഷെല്ലിൽ ചെല്ലുമ്പോൾ അവിടെ 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഇവര് 3 പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ മേടിക്കാം. അപ്പൊ 12 ഇലക്ട്രോൺ ആയിട്ടോ. ആകെ 17 ആണ് ഉണ്ടായിരുന്നത്. 12 ഇലക്ട്രോൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി മിച്ചം എത്രയുണ്ട്? 5 ഇലക്ട്രോൺ ആണുള്ളത്. ആ ലാസ്റ്റ് 5 ഇലക്ട്രോണിനെ ഞാൻ 3p കൊടുക്കും. അപ്പൊ 1s2, 2s2, 2p6, 3s2, 3p5. ഇതാണ് അറ്റോമിക് നമ്പർ 17 ആയിട്ടുള്ള ഒരാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം എന്താ? ഈ മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പർ, പീരിയഡ് നമ്പർ എന്നിവ കണ്ടെത്തുക അല്ലെ. ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഗ്രൂപ്പ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവൻ ഏത് ബ്ലോക്ക് ആണെന്ന് അറിയണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് ഒരു ബ്ലോക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ. ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. അതായത് അവസാനത്തെ ഇലക്ട്രോൺ, ഇപ്പൊ നമ്മുടെ കയ്യിൽ നേരത്തെ കേസിൽ 5 ഇലക്ട്രോൺ ആണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ഈ 5 ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാ കയറിയത്? പി സബ്ഷെല്ലിലേക്കാണ് കയറിയത്. അപ്പൊ അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്ക് കയറുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ബ്ലോക്സിനെ പറയാ. അതായത് അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ് കയറുന്നതെങ്കിൽ അതൊരു എസ് ബ്ലോക്ക് മൂലകമാണ്. ഇനി അവസാനത്തെ ഇലക്ട്രോൺ പി സബ്ഷെല്ലിൽ ഇവിടെ കണ്ടതുപോലെ പിയിലാണ് കയറിയിട്ടുള്ളതെങ്കിൽ അയാൾ ഒരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. ഡി സബ്ഷെല്ലിലാണെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. എഫ് സബ്ഷെല്ലിലാണെങ്കിൽ ഒരു എഫ് ബ്ലോക്ക് എലമെന്റ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഇലക്ട്രോൺ ഏതിലാ കയറിയിട്ടുള്ളത്? അപ്പൊ നമുക്ക് പറയാം അല്ലെ, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇലക്ട്രോൺ, അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ കയറുന്നു അല്ലെ, ഏത് സബ്ഷെല്ലിൽ കയറുന്നു. അങ്ങനെയാണ് നമ്മൾ നോക്കിക്കേ അവന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കുക. ഇനി ബ്ലോക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ മിസ് പറഞ്ഞു അല്ലെ, ദാ അവസാനത്തെ ഇലക്ട്രോൺ എസ് സബ്ഷെല്ലിലാണ് കയറിയത്. ഇപ്പൊ 2sലാണെന്ന് ഇരിക്കട്ടെ. അവസാനത്തെ ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ 2sൽ കയറി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവൻ ഏത് ബ്ലോക്കാ? ഒരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ മക്കളെ എസ് ബ്ലോക്ക് എലമെന്റുകൾ ആണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. അതായത് ലാസ്റ്റത്തെ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ 1s2, 2s1 ആണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് ഇരിക്കട്ടെ. അപ്പൊ നോക്കിക്കേ, അവസാനത്തെ ഇലക്ട്രോൺ കയറിയിട്ടുള്ളത് ഈ എസ് സബ്ഷെല്ലിലാണ് അല്ലെ. ഈ എസ് സബ്ഷെല്ലിലാണെങ്കിൽ ഇയാൾ ഏത് ബ്ലോക്ക് ആണ്? ഒരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. എസ് ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ നോക്കിക്കേ, ഞാൻ പറഞ്ഞു എത്ര ഇലക്ട്രോൺ ആണോ ഉള്ളത് അതാണ് അവന്റെ ഗ്രൂപ്പ് നമ്പർ. ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അവന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നതും 1 ആയിരിക്കും. ഇനി ഇവിടെ 2s2 എന്ന് പറഞ്ഞ് 2 ഇലക്ട്രോൺ ആണുള്ളതെങ്കിൽ അവന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റുകളെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുക. അവസാനത്തെ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക. ആ ഇലക്ട്രോണിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ കണ്ടു അവസാനത്തെ ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണ് കയറിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇയാൾ ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്? ഒരു പി ബ്ലോക്ക് എലമെന്റ് ആണ് എന്ന് പറയാം. ഇനി പി ബ്ലോക്ക് മൂലകമാണെങ്കിൽ അവന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാന്നറിയോ? ലാസ്റ്റത്തെ പി സബ്ഷെൽ എടുക്കാം. ഓക്കെ, അവസാനത്തെ പി സബ്ഷെൽ എടുത്തു. ഈ അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ മക്കളെ ലാസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് ലാസ്റ്റ് പി സബ്ഷെല്ലിൽ എടുക്കുക. അതിലെ ഇലക്ട്രോൺസിന്റെ എണ്ണത്തോട് 10 കൂട്ടിയാൽ മതി. ഓക്കെ, സോറി 12 കൂട്ടിയാൽ മതി. ഓക്കെ ആണോ? എന്താ ടീച്ചർ പറഞ്ഞത്? അതായത് ഒരു പി ബ്ലോക്ക് എലമെന്റ് ആണെങ്കിൽ അവന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ അവസാനത്തെ പി സബ്ഷെൽ എടുക്കുക. ഈ അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക. അതിനോട് 12 കൂട്ടിയാൽ മതി. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇവന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഞാൻ 5നോട് 12 കൂട്ടുക. അപ്പൊ 17 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എക്സിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 17 ആണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് പീരിയഡ് കണ്ടുപിടിക്കുക? പീരിയഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവിടെ എത്ര ഷെല്ലുണ്ട് എന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നമ്പർ ഓഫ് ഷെൽസ് ആണ്. അപ്പൊ പീരിയഡ് കണ്ടുപിടിക്കാൻ മിസ് ഇവിടെ എഴുതാട്ടോ, നമ്പർ ഓഫ് ഷെൽസ് നോക്കിയാൽ മതി അല്ലെ. ഷെല്ലുകളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി. അതായത് നോക്കിക്കേ, ഇവിടെ 1, 2,
മൂന്ന് ഷെല്ലിലായിട്ടാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ 3 ഷെല്ലുണ്ട്. അപ്പൊ പീരിയഡ് എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ ആണ്. അപ്പൊ ഇവിടുത്തെ പീരിയഡ് നമ്പറും 3 ആയിരിക്കും. ഇനി ഇവിടെ 2 ഷെല്ലാണുള്ളതെങ്കിലോ പീരിയഡ് നമ്പർ 2 ആണ്. 4 ഷെല്ലാണുള്ളതെങ്കിൽ പീരിയഡ് നമ്പർ 4 ആയിരിക്കും. അപ്പൊ പീരിയഡ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മുടെ ഷെല്ലുകളുടെ എണ്ണം നോക്കാം. ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്റെ കുട്ടികൾക്ക് ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. The third shell of an atom has 3 electrons. ഒരു ആറ്റത്തിന്റെ മൂന്നാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ ആറ്റത്തിന്റെ കയ്യിൽ 3 ഷെല്ലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഷെല്ലും അതിലുള്ള സബ് ഷെല്ലും നമുക്ക് ആദ്യം എഴുതി നോക്കാം. നമ്മളോട് ഇയാളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നോക്കിക്കേ 3 ഷെല്ലുണ്ട്. അപ്പൊ എന്തായാലും 1s ഉണ്ടാകും, ഇനി 2s ഉം 2p ഉണ്ടാകും, പിന്നെ 3s ഉണ്ടാകാം, 3p ഉണ്ടാകാം, 3d ഉണ്ടാകാം. 3 ഷെല്ലുണ്ട് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഹിന്റ് എന്താ? മൂന്നാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. തേർഡ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നോക്കിക്കേ, മൂന്നാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം മൂന്നാമത്തെ ഷെല്ലിൽ ആരൊക്കെ ഉള്ളത്? 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ഷെല്ലിന്റെ അടുത്തേക്ക് ഇങ്ങനെ 3 ഇലക്ട്രോണുമായിട്ട് പോവാ അല്ലെ. ആരുടെ കയ്യിലേക്ക് നമ്മൾ ആദ്യം ഇലക്ട്രോൺ കൊടുക്കുക? ആദ്യം നമ്മൾ 3sന്റെ കയ്യിലേക്കാണ് ഈ 3 ഇലക്ട്രോണുകളെ കൊടുക്കുക അല്ലെ. അപ്പൊ 3s പറയും ഞാൻ 2 ഇലക്ട്രോണിനെ മേടിച്ചോളാം. അങ്ങനെ 3ൽ 2 ഇലക്ട്രോൺ 3sൽ കയറും. ഇനി 3 ഇലക്ട്രോൺ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ മിച്ചമുള്ള 1 ഇലക്ട്രോൺ നമ്മുടെ 3pയിലേക്ക് കയറും അല്ലെ. അപ്പൊ ഇയാളുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ബാഹിതമ ഇലക്ട്രോൺ വിന്യാസം കിട്ടി 3s2 3p1 ആണ്. ഇവിടെ 3dയിൽ ഇലക്ട്രോൺ ഒന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ മക്കൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി 1s തൊട്ട് പൂർത്തീകരിച്ച് ഫില്ല് ചെയ്ത് പോയാൽ മതി. അത് നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം 1sൽ 2 ഇലക്ട്രോൺ കയറിയിട്ടുണ്ടാകും. അതിനുശേഷമായിരിക്കും ഇലക്ട്രോൺസ് 2sലേക്ക് പോയിട്ടുണ്ടാവുക. 2sലും 2 ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ടാവും. ശേഷം 2pയിലേക്ക് 6 ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ടാവും. അതും കഴിഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് 3 ഇലക്ട്രോൺ തേർഡ് ഷെല്ലിലെ എസിലും പിയിലേക്കും ഒക്കെ പോയിട്ടുള്ളത്. അപ്പോൾ 1s2 2s2 2p6 3s2 3p1 ഇതാണ് ഇയാളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കിക്ക്, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഗ്രൂപ്പ് കണ്ടുപിടിക്കാം അല്ലെ. ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ഐഡന്റിഫൈ ചെയ്യേണ്ടത്? അവന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കണം അല്ലെ. ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയിട്ടുള്ളത് ഏത് സബ് ഷെല്ലിലാ? നിങ്ങൾ നോക്കി പറഞ്ഞേ. ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ കയറിയിട്ടുള്ളത് നമ്മുടെ പി സബ് ഷെല്ലിലാണ് അല്ലെ. പി സബ് ഷെല്ലിലാണ്. അപ്പൊ പി സബ് ഷെല്ലിൽ ലാസ്റ്റ് ഇലക്ട്രോൺ കയറിയാൽ ഇവൻ ആരാണ്? ഇവൻ ഒരു പി ബ്ലോക്ക് മൂലകമാണ് അല്ലെ. ഒരു പി ബ്ലോക്ക് എലമെന്റ് ആണ് എന്ന് പറയാം. അപ്പൊ പി ബ്ലോക്ക് എലമെന്റുകളുടെ ഗ്രൂപ്പ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ അവസാനത്തെ പി സബ് ഷെൽ എടുക്കുക അല്ലെ. അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കാം. അവസാനത്തെ പി സബ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. സോ 1 ഇലക്ട്രോൺ ആണ്. അതിനോട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? +12 ആണ് അല്ലെ. 12 ആഡ് ചെയ്യണം. അപ്പൊ 1 + 12 13 എന്ന് കിട്ടും. ഇയാളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 13 ആയിരിക്കും. ഇനി ഇവിടെ എത്ര പീരീഡ് ഉണ്ട്? അപ്പൊ പീരീഡ് നോക്കണമെങ്കിൽ നമ്മൾ ഷെൽ നമ്പർ നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കേ, 1 2 3 ഷെല്ലുണ്ട്. സോ ഇവിടുത്തെ പീരീഡ് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ എന്റെ കുട്ടികൾക്ക് ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്ന് നോക്കിക്കേ. വാട്ട് ഹാപ്പൻസ് ടു ദ സൈസ് ഓഫ് ദ എയർ ബബിൾ റൈസിംഗ് ഫ്രം ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം അല്ലെ. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വായുവിന്റെ സൈസിന് അല്ലെ, വലിപ്പത്തിന് എന്ത് സംഭവിക്കുന്നു? മക്കളെ നമുക്കറിയാം അക്വേറിയത്തിന്റെ അടിഭാഗത്ത് എപ്പോഴും പ്രഷർ കൂടുതലാണ് കേട്ടോ. മർദ്ദം എപ്പോഴും കൂടുതലായിരിക്കും. നിങ്ങൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിക്കേ, പ്രഷർ കൂടുതലാണെങ്കിൽ അവിടെ വോളിയം എങ്ങനെയായിരിക്കും? മർദ്ദം എങ്ങനെയായിരിക്കും? അപ്പൊ നമ്മൾ ആ ഒരു ബന്ധം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. പ്രഷറും വോളിയവും എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, അതായത് വിപരീത അനുപാതത്തിലാണ് ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? പ്രഷർ കൂടുതലാണെങ്കിൽ അവിടെ വോളിയം കുറവാണ്. ഓക്കെ, ഇനി പ്രഷർ കുറവാണെങ്കിലോ അവിടെ വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ അക്വേറിയത്തിന്റെ താഴെ ഭാഗത്ത് പ്രഷർ നല്ല കൂടുതലാ, മർദ്ദം നല്ല കൂടുതലാണ്. അപ്പൊ പ്രഷർ കൂടുതലാണെങ്കിൽ വോളിയം എങ്ങനെയാ? വളരെ കുറവായിരിക്കും അല്ലെ, വളരെ കുറവായിരിക്കും. അപ്പൊ പ്രഷർ കൂടുതലാണ്, വോളിയം കുറവാണെങ്കിൽ നമ്മുടെ കുമിളകളുടെ വലിപ്പവും വളരെ 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 ചെറുതാണ്. ഇനി ഈ അക്വേറിയത്തിന്റെ മേലെ ഭാഗത്തേക്ക് വരുമ്പോ മേലേക്ക് പൊന്തി വരുമ്പോൾ എന്താ സംഭവിക്കുക? മേലേക്ക് വരുന്നതനുസരിച്ച് പ്രഷർ അവിടെ കുറഞ്ഞു വരും. ഓക്കെ, മർദ്ദം കുറഞ്ഞു വരും
അപ്പൊ പ്രഷർ കുറഞ്ഞാൽ വോളിയത്തിന് എന്താ സംഭവിക്കുക? നമ്മൾ കണ്ടു രണ്ടുപേരും വിപരീത അനുപാതത്തിലാണ് അല്ലെ, പരസ്പരം നല്ല കലിപ്പിലാണ്, ഇഷ്ടമേ അല്ല. അപ്പൊ പ്രഷർ അവിടെ കുറഞ്ഞാൽ നമ്മുടെ വോളിയത്തിന് സന്തോഷമായി അല്ലെ. അപ്പൊ വോളിയം എന്താ ചെയ്യാ? വോളിയം അവിടെ കൂടും അല്ലെ, വ്യാപ്തം അവിടെ ഇൻക്രീസ് ചെയ്യും, കൂടും. അപ്പം കുമിളകൾ മേലേക്ക് വരുമ്പോ വോളിയം കൂടും. വോളിയം കൂടുമെന്ന് പറഞ്ഞാൽ കുമിളകളുടെ വലിപ്പം കൂടി 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 വരും. ഓക്കെ അല്ലെ. അപ്പൊ അക്വേറിയത്തിന്റെ താഴെ നിന്ന് മേലേക്ക് വരുമ്പോ എന്താ സംഭവിക്കുന്നത്? മേലെ നിന്ന് താഴേക്ക് വരുമ്പോ അവിടെ പ്രഷർ കുറയുന്നു അല്ലെ, മർദ്ദം കുറയുന്നു. അപ്പൊ മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കൂടുന്നു, അല്ലെങ്കിൽ വ്യാപ്തം കൂടുന്നു എന്ന് പറയാം. ഈ വ്യാപ്തം കൂടുന്നതിന്റെ ഭാഗമായിട്ടാണ് കുമിളകളുടെ വലുപ്പം കൂടി വരുന്നത്. മക്കളെ, ഇനി ഏത് ഗ്യാസ് ലോ ആണ് മക്കളെ, ഏത് പ്രതിഭാസവും, ഈ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഉറപ്പായിട്ടും ഈ ഒരു വാതക നിയമം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് 4 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാം. എപ്പോഴും ഓർക്കുക, പ്രഷറും വോളിയവും പാവം. ഓക്കെ, പ്രഷറും വോളിയം എന്ന് പറയുമ്പോൾ പാവം ബോയിൽ എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ ആണോ? അതായത് പ്രഷറും അതേപോലെ തന്നെ വോളിയവും തമ്മിലുള്ള ബന്ധം പറഞ്ഞു തരുന്നത് ആരാണ്? നമ്മുടെ ബോയിൽസ് ലോ ആണ് കേട്ടോ, ബോയിൽസ് ലോ ആണ്. അപ്പൊ നോക്കിക്കേ, പാവം ബോയിൽ, അങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കുക, പാവം ബോയിൽ ചേട്ടൻ അല്ലെ. അപ്പൊ പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധം, മർദ്ദത്തിന്റെയും വ്യാപ്തത്തിന്റെയും ബന്ധം ചോദിച്ചാൽ അപ്പൊ തന്നെ ഓർക്കണം പാവം ബോയിൽ അല്ലെ, നമ്മുടെ ബോയിൽസ് ലോ ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? സ്റ്റേറ്റ് ദിസ് ലോ, ഈ വാതക നിയമം പ്രസ്താവിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. പ്രഷറും വോളിയവും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ അവിടെ താപനില എന്ന് പറയുന്നത് സ്ഥിരമാണ്. അപ്പൊ ഈ പറഞ്ഞ ലോ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ അല്ലെ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ, അതായത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലെ? വോളിയം ഓഫ് എ ഗ്യാസ്. ഓക്കെ, വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ്. മാസ് ഓഫ് ഗ്യാസ്, അതായത് ഒരു നിശ്ചിത മാസ്, നമ്മളൊരു ഡെഫിനിറ്റ് മാസ് എടുത്തു, ഒരു നിശ്ചിത മാസ് എടുത്തു. ഈ നിശ്ചിത മാസ് ഗ്യാസിന്റെ വ്യാപ്തം എങ്ങനെയായിരിക്കും? ഈ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്ന പ്രഷറുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ ആണ്. ഓക്കെ അല്ലേ? അതായത് സ്ഥിര താപനിലയിൽ താപനിലയ്ക്ക് ഒരു മാറ്റവും ഇല്ല, സ്ഥിരമായിട്ടിരിക്കുകയാണെങ്കിൽ മർദ്ദം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാൻ? ഇതാണ് നമ്മുടെ ബോയിൽസ് ലോ പറഞ്ഞിട്ടുള്ളത്. ഈ ബോയിൽസ് ലോക്ക് ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, അതും കൂടെ പഠിച്ചാൽ 100% സെറ്റ് ആണ്. അതായത് ബോയിൽസ് ലോയുടെ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് വന്നാൽ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് P1 V1 is equal to P2 V2. ഇതും കൂടെ ഓർത്ത് വെച്ചാൽ ബോയിൽസ് ലോ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആണ്. ഓക്കെ അല്ലെ? ഇനി അടുത്തതിലേക്ക് പോകാൻ നോക്കിക്കേ. 2 സിറ്റുവേഷൻസ് ആർ ഗിവൺ. പിന്നെ 4 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ഇത് 2 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഇഫ് ആൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഇസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഇറ്റ്സ് സൈസ് ഡിക്രീസസ്. നോക്കിക്കേ, വായു നിറച്ച ബലൂൺ ജലത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. പിന്നെ എ ബലൂൺ ഇസ് ബീങ് ഇൻഫ്ലേറ്റഡ്, ഒരു ബലൂൺ നമ്മൾ ഊതി വീർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതൊക്കെ ഗ്യാസ് ലോസ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? മക്കളെ, ഒരു ഇൻഫ്ലേറ്റഡ് ബലൂൺ, ഒരു ഊതി വീർപ്പിച്ച ബലൂണിനെ വെള്ളത്തിന്റെ അടിയിലേക്ക് ഇറക്കി വെച്ചു. അപ്പൊ നമ്മൾ ഓർക്കണം, ആഴം കൂടുന്തോറും മർദ്ദം കൂടാണ് ചെയ്യുക. ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ കൂടിയാണ് വരിക. നമ്മൾ അക്വേറിയത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് ഇറക്കി വെച്ചു. വെള്ളത്തിന്റെ അടിഭാഗത്തേക്ക് വരുമ്പോൾ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുതലാണെങ്കിൽ വോളിയത്തിന് എന്താ സംഭവിക്കുക? പ്രഷർ കൂടിയാൽ വോളിയം കുറയും അല്ലെ? അപ്പൊ വെള്ളത്തിനടിയിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെ പ്രഷർ കൂടുതലാണ്, മർദ്ദം കൂടുതലാണ്. അപ്പൊ പ്രഷർ കൂടുമ്പോൾ പറഞ്ഞിട്ടുള്ള ബലൂണിന്റെ വലിപ്പം കുറഞ്ഞു വരും അല്ലെ? ബലൂൺ ചെറുതായിട്ട് മാറും. ഓക്കെ അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുക? സൈസ് ഡിക്രീസ് ചെയ്യാൻ കാരണം എന്താ? പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം കുറയുന്നു അല്ലെ? മർദ്ദം കൂടുന്നത് കൊണ്ട് വ്യാപ്തം കുറയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ബലൂണിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ലോയാ? നമ്മുടെ PV അല്ലെ? പ്രഷറും വോളിയം എന്ന് കേട്ടാൽ എന്താ? പാവം നമ്മുടെ ബോയിലാണ് അല്ലെ? അപ്പൊ ഏത് ഗ്യാസ് ലോ ആണ്? ബോയിൽസ് ലോ ആണ്.
ഇവിടെ വന്നിട്ടുള്ളത് പ്രഷറും വോളിയം തമ്മിലുള്ള ബന്ധമാണ്. സോ ബോയിൽസ് ലോ ആണ്. ഇനി എ ബലൂൺ ഇസ് ബീങ് ഇൻഫ്ലേറ്റഡ്. ഒരു ബലൂണിനെ നമ്മൾ ഊതി വീർപ്പിക്കാം. അത് ഏത് ഗ്യാസ് ലോവാ? ഇപ്പൊ ബലൂൺ ഊതി വീർപ്പിക്കുമ്പോ അവിടെ ടെമ്പറേച്ചറോ പ്രഷറോ വല്ലതും മാറുന്നുണ്ടോ? ഇല്ല അല്ലെ. ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് വരുമ്പോ അവിടെ ഇതാ മർദ്ദത്തിനും താപനിലയ്ക്കും ഒന്നും മാറ്റം വരുന്നില്ല, എല്ലാം സെയിം ആയിട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ ആരാ കൂടുന്നത്? പക്ഷെ ബലൂൺ വീർത്ത് വരുന്നുണ്ട്. അപ്പൊ ആരെയായിരിക്കും വ്യാപ്തം ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പൊ വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് അല്ലെ. അതായത് നമ്മളിങ്ങനെ ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ അതിനുള്ളിലുള്ള തന്മാത്രകളുടെ എണ്ണം കൂടി, മോളിക്യൂൾസിന്റെ എണ്ണം കൂടി. ആ തന്മാത്രകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് ബലൂൺ വീർത്ത് വരുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ തന്മാത്രകളുടെ എണ്ണം കൂടിയാൽ വ്യാപ്തം കൂടുന്നു. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്താൽ വോളിയവും ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ ഏത് ലോ ആണെന്ന് നോക്കിക്കേ. വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള ബന്ധമാണ് ആ പറഞ്ഞിട്ടുള്ളത്. അതായത് വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലോട്ടുള്ള ഒരു ബന്ധമാണ് മക്കളെ. അത് ഏത് ഗ്യാസ് ലോ ആണ്? അവഗാഡ്രോസ് ലോ ആണ് കേട്ടോ. അവഗാഡ്രോയുടെ നിയമമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ ടീച്ചർ തരാൻ കാരണം എന്ന് പറഞ്ഞാല് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചാൽ 4 മാർക്ക് വരെ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് കിട്ടും അല്ലെ, കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് അല്ലെ. ഇനി അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 1 മോൾ ഓഫ് ഓക്സിജൻ. ഇത് എപ്പോഴും 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1 മോൾ ഓക്സിജനിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ് മക്കളെ? 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ എത്രയുണ്ട്? ഇപ്പോൾ തന്നെ പഠിക്കാം. 1 മോൾ എന്ന് പറഞ്ഞാൽ അതിൽ അവഗാഡ്രോ നമ്പർ ആണുള്ളത് അല്ലെ. അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ടാകാം അല്ലെങ്കിൽ ആറ്റംസ് ഉണ്ടാകാം അല്ലെ. 1 മോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിൽ അവഗാഡ്രോ നമ്പർ അത്രയും തന്മാത്രകളെയോ അല്ലെങ്കിൽ ആറ്റങ്ങളെയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ എണ്ണം? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. 6.022 into 10⁻23. ഓക്കെ. അപ്പൊ 1 മോള് നിങ്ങളുടെ മേത്തുനിന്ന് 1 മോൾ എടുത്തു, എന്റെ മേത്തുനിന്ന് 1 മോൾ മിഥിലാമിസിനെ എടുത്തു, 1 മോള് നമ്മുടെ ഫുഫു സാറിനെ എടുത്തു, 1 മോള് നമ്മുടെ എഡി സാറിനെ എടുത്തു, 1 മോള് നമ്മുടെ നിതിൻ സാറിനെ എടുത്തു, 1 മോൾ ഓക്സിജൻ എടുത്തു. 1 മോൾ ഏത് പദാർത്ഥത്തെ എടുത്താലും 1 മോള് ആരെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനുള്ളിൽ കാണാൻ പറ്റുക എന്താ? 6.022 into 10⁻23 എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും നമ്പർ തന്മാത്രകളെ അല്ലെങ്കിൽ അത്രയും നമ്പർ ആറ്റങ്ങളെയാണ്. ഈ ഒരു 6.022 into 10⁻23 ഈ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഇത് പഠിച്ചാൽ 1 മാർക്ക് നിങ്ങൾ 100% നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ റിയാക്ട്സ് വിത്ത് ഹോട്ട് വാട്ടർ? ചൂടുവെള്ളവുമായി പ്രവർത്തിക്കുന്ന ലോഹം ഏതാണ്? ഏത് ലോഹമാ? ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു ലോഹമുണ്ട്, അതാണ് നമ്മുടെ മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, മഗ്നീഷ്യം മെറ്റൽ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് 3 കേസ് പഠിക്കാം. 2 കേസ് പഠിച്ചാൽ മതി നിങ്ങൾക്ക്. ആദ്യം നമ്മുടെ കോൾഡ് വാട്ടർ. ഓക്കെ, തണുത്ത ജലവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാളെ പഠിക്കാനുണ്ട്. കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് വളരെയധികം റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള നമ്മുടെ ക്രിയാശീല ശ്രേണിയിലെ റിയാക്ടിവിറ്റി സീരീസിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാള് നമ്മുടെ പൊട്ടാഷ്യം, അതേപോലെ സോഡിയം എന്ന് പറയുന്നത്. ഈ സോഡിയം പൊട്ടാഷ്യം ഒക്കെ കോൾഡ് വാട്ടർ അഥവാ തണുത്ത ജലവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. ഇനി ചൂടുവെള്ളവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ നോക്കിക്കേ. സെലക്ട് ദ മെറ്റൽ ഓക്സിഡൈസേഴ്സ് അല്ലെ. ഇതിൽ ഓക്സിഡേഷന്റെ സമവാക്യം ഏതാണെന്ന് കണ്ടെത്തുക. നോക്കിക്കേ, ഓക്സീകരണ പ്രവർത്തനം തിരഞ്ഞെടുക്കാം. അപ്പൊ എന്റെ കുട്ടികൾ എങ്ങനെയാണ് ഇങ്ങനെ ഇക്വേഷൻ തന്നാൽ ഓക്സിഡേഷൻ തിരഞ്ഞെടുക്കാം? മക്കൾ ഇങ്ങനെ ഓർത്താൽ മതി. എനിക്ക് ഇലക്ട്രോൺസിനെ കിട്ടിയാൽ അല്ലെ, എനിക്ക് ഇലക്ട്രോൺസിനെ കിട്ടിയാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ ഞാൻ പറയും ഇലക്ട്രോൺസിനെ കിട്ടിയാൽ ഞാൻ റെഡ്യൂസ്ഡ് ആയി, എനിക്ക് നിരോക്സീകരണം സംഭവിച്ചു എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ മിഥിലാമസിനെ ഇവിടെ വരയ്ക്കാം. മിഥിലാമിസിന് വരയ്ക്കാം. മിഥിലാമിസിന് ഇലക്ട്രോണിനെ കിട്ടി എന്ന് കാണിക്കാൻ എന്താ ചെയ്യാം? മിഥിലാമിസിന്റെ അടുത്ത് നിങ്ങൾ ഇലക്ട്രോണിനെ എഴുതും അല്ലെ. അപ്പൊ മിഥിലാമിസിന് ഇലക്ട്രോണിനെ കിട്ടി, എനിക്ക് ഇലക്ട്രോണിനെ കിട്ടി. ഇലക്ട്രോണിനെ കിട്ടിയെങ്കിൽ എനിക്ക് എന്താ സംഭവിച്ചത്? റിഡക്ഷൻ അഥവാ നിരോക്സീകരണമാണ്. ഇനി ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നതാണ്, അതായത് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺസ് പോയി, ഞാൻ എറിഞ്ഞു കളഞ്ഞു, കൊടുത്തു കളഞ്ഞു. ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാൽ എനിക്ക് പറയാം ഇത് ഓക്സിഡേഷൻ ആണ്, ഓക്സീകരണമാണ് എന്ന് പറയാം. ഓക്കെ അല്ലെ. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടാല് ഞാൻ എവിടെയായിരിക്കും എഴുതുന്നുണ്ടാവുക? എന്റെ കയ്യിൽ നിന്ന്
എൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺസിനെ പോയി. എൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺസിനെ പോയാൽ എനിക്കൊരു പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, പോസിറ്റീവ് ചാർജുള്ള ആളായിട്ട് ഞാൻ മാറി. ഒപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോൺസിന് പോയി എന്ന് ഞാൻ കാണിക്കും. ശരിയല്ലേ? അപ്പൊ ഇലക്ട്രോൺസിനെ കിട്ടിയാൽ അത് റിഡക്ഷനും ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടാൽ അത് ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണമാണ്. ഇനി ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ ഏതാണ് ഓക്സീകരണം നോക്കിക്കേ. ഇവിടെ Cu2+ ആണ്. Cu2+ന്റെ ഒപ്പം ഇലക്ട്രോണിനെ എഴുതി അല്ലെ, ഇലക്ട്രോണിനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് ഇലക്ട്രോണിനെ കിട്ടി. ഇലക്ട്രോണിനെ കിട്ടിയിട്ടാണ് അയാൾ കോപ്പർ ആറ്റമായിട്ട് മാറിയത്. അപ്പൊ ഇലക്ട്രോണിനെ കിട്ടിയാൽ അത് റിഡക്ഷൻ ആണ്, സോ നിരോക്സീകരണമാണ്. ഇനി Zn എന്താ സംഭവിച്ചത്? Z എന്താ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് Zn2+ ആയിട്ട് മാറി. ശരിയല്ലേ? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുക, ഇലക്ട്രോണിനെ കിട്ടുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ചാർജ് വരിക. അപ്പൊ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ Zn ആറ്റത്തിന് സിങ്ക് ആറ്റത്തിന് 2 പോസിറ്റീവ് ചാർജ് വന്നത് അല്ലെ. അപ്പൊ ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടാൽ ലോസ് ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന് പറയാം അല്ലെ. അപ്പൊ ഇവിടെ ഓക്സീകരണത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിങ്ക് ആറ്റം Zn2+ ആയിട്ട് മാറുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലെ. ഇനി വിച്ച് മെറ്റൽ ഓക്സിഡൈസസ്, ഇവിടെ ആരാണ് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടത്? ഹൗ ഡസ് ഇറ്റ്സ് ഓക്സിഡേഷൻ നമ്പർ ചേഞ്ചസ്, ഇവിടെ ആരാണ് ഓക്സീകരിച്ചത്? ഓക്സീകരണം നടക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പറിന് എന്ത് വ്യത്യാസം വരുന്നു? മക്കളെ, ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഓർക്കുക, ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അയാൾ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിന്നു, ഞാൻ ആരുമായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എനിക്ക് ചാർജ് എന്തെങ്കിലും ഉണ്ടോ? ഒരു ചാർജും ഇല്ല. ചാർജ് വരണമെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ മേടിക്കണം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുക, സോ എനിക്ക് ചാർജ് ഇല്ല. അപ്പൊ നമ്മുടെ സിങ്ക് ആറ്റം ഇതേപോലെ റിയാക്ട് ചെയ്യാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പറും 0 ആണ്. ഇനി സിങ്ക് എന്താ ചെയ്തത്? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. മക്കളെ, അപ്പൊ സിങ്ക് മഗ്നീഷ്യം പോലെയുള്ള ആൾക്കാർ എപ്പോഴും 2 ഇലക്ട്രോൺസിനെയാണ് വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ സിങ്ക് എന്താ ചെയ്തേ? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അപ്പൊ ഇലക്ട്രോൺസ് പോയാൽ പോസിറ്റീവ് ചാർജ് വരിക. ഇവിടെ 2 ഇലക്ട്രോൺസ് പോയത് കൊണ്ട് നമുക്ക് പറയാം 2 പോസിറ്റീവ് ചാർജ് വന്നു അല്ലെ. അപ്പൊ ആദ്യം നമ്മുടെ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ എവിടെ എഴുതാ? തലയ്ക്ക് മേലെ എഴുതുന്നതാണ് അല്ലെ. അപ്പൊ ആദ്യം സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോൾ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആയിട്ട് മാറി അല്ലെ. അപ്പൊ സിങ്കിന്റെ എന്താ സംഭവിച്ചത്? 0യിൽ നിന്നും +2 ഓക്സിഡേഷൻ നമ്പർ മാറിയിട്ടുണ്ട്. ശരിയല്ലേ? 0ൽ നിന്നും +2 ആയിട്ട് മാറി. അങ്ങനെ 0യിൽ നിന്നും +2 ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓക്സിഡേഷൻ നമ്പർ കൂടുവാണോ കുറയുവാണോ? ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെ, കൂടുവാണ്. അപ്പൊ ഓർക്കുക, ഓക്സിഡേഷൻ നടക്കുമ്പോൾ, ഓക്സീകരണം നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഓക്സീകരണം നടക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. ഓക്സീകരണത്തിൽ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ മക്കളെ, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ഇത്രയും നേരം മിസ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കില്ല, മാർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഒന്നിച്ച് നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സുകൾ കാണാം. ഇനി എന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സീരീസുകളിലൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇതിൽ പഠിച്ച ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ B+ to A+ സീരീസിലെ വീഡിയോസ് ഒക്കെ കാണണം. അങ്ങനെ എന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ നമ്മൾ എന്താ കാണിച്ചു കൊടുക്കേണ്ടത്? നമ്മൾ A+ വാങ്ങി കാണിച്ചു കൊടുക്കണം. അതിനൊപ്പം നിങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് മക്കളെ നമ്മുടെ സൈലത്തിലെ എല്ലാവരും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ മക്കളെ, എല്ലാ ദിവസവും നിങ്ങൾ പറയാ I will give my best every day. ഇനിയുള്ള ഓരോ ദിവസവും ഞാൻ എൻ്റെ 100% കൊടുക്കും, അടിപൊളിയായിട്ട് പഠിക്കും എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും തന്നെ തീരുമാനം എടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ പോകുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. സ്ഥിരമായിട്ട് 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.